എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു ആശംസകൾ. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇപ്പം നല്ല ചൂട് കാലമാണ്. എന്ന് വെച്ചാൽ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിനകത്തും ഇരിക്കാൻ പറ്റത്തില്ല, പുറത്തും ഇരിക്കാൻ പറ്റാത്ത മാതിരിയുള്ള ചൂടാണ്. എങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് ഒരു പച്ചമുളകെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഈ വിഷു കാലത്ത് നമുക്ക് വിളവെടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷമാണ്, ഒരു ഐശ്വര്യമുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പം നമുക്കിന്ന് വിഷുവായിട്ട് നമ്മുടെ പറമ്പിൽ തന്നെയുള്ളതായ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വിളവെടുത്തുകൊണ്ട് നമുക്ക് വരാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനിസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വിത്തുകൾ ഗ്രോബകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോബകളും മേടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി വാങ്ങിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം. അതിൽ കൂടി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിത്തുകളും ഗ്രോബകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പം എന്തായാലും വിളവെടുക്കാനായിട്ട് ഒരു മുറവും ഒരു കത്രികയൊക്കെ എടുത്തിട്ടുണ്ട്. പറമ്പിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് തന്നെ എൻ്റെ എൻ്റെ ഉജ്ജ്വല മുളകിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉജ്ജ്വല മുളക് എടുക്കാം. കുറച്ച് ഉജ്ജ്വല മുളക് എടുത്തിട്ട് നമുക്ക് പറമ്പിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഈ മുളക് തന്നെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. ഒരു 20 ടൈപ്പോളം വെറൈറ്റികൾ വിത്തുകളുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു കൊലയിലാണെങ്കിൽ കുറേ അങ്ങ് പിടിച്ചോളും. പിടിക്കുന്നതിന് കയ്യും കണക്കില്ല കേട്ടോ. മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു ടൈപ്പ് മുളകാണ് ഉജ്ജ്വല മുളക്. അപ്പം നിങ്ങൾ മുളകൊക്കെ പിടിക്കുമ്പോൾ അഥവാ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പുക കൊള്ളിക്കുന്നത് നല്ലതാണ്. നമ്മുടെ അടുപ്പിലെ കനൽ 2 ചിരട്ട എടുത്തിട്ട് അതിനകത്തോട്ട് വെക്കുക. ഒരു ചിരട്ടയിൽ മാത്രമാകുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പം പെട്ടെന്ന് അങ്ങ് കത്തിപ്പോയാലോ. അതുകൊണ്ട് 2 ചിരട്ട അടിയിലടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് പുക കൊള്ളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പുക തട്ടിക്കാനുള്ള ഓരോ സാധനങ്ങൾ ചട്ടിയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കതിന് മുളക് അത്യാവശ്യം എടുത്താൽ മതി, ബാക്കി അവിടെ നിൽക്കട്ടെ. നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പം വന്ന് എടുക്കാം. കണ്ടോ, ഇത് ഉജ്ജ്വല നമ്മുടെ ഒരുപാടങ്ങ് വലിപ്പം വെക്കത്തില്ല. ഒരു കാന്താരിയുടെ 2 ഡബിളായിട്ട് കാണും. അപ്പം വിഷുവിന് മെയിനായിട്ട് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളരിയാണ്. കണി വെള്ളരി എന്ന് പറയും അല്ലേ. അപ്പം കണി വെള്ളരി നമ്മൾ വിഷുവിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ കൃഷി ചെയ്യണം. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഞാനിവിടെ കുറച്ച് ഒരു 7-10 മൂടോളം വെള്ളരി ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ചൂട് കാലം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഭയങ്കര ചൂട് കാലത്ത് ഇത് ഒരുപാടങ്ങ് പിടിച്ചൊന്നുമില്ല, എങ്കിലും എല്ലാത്തിലും ഇഷ്ടം പോലെ കുനുകുനാന്ന് ഇങ്ങനെ വെള്ളരി പിടിച്ചിട്ടുണ്ട്. ഒരുപാട് വലിപ്പം വെച്ചില്ല എന്ന് മാത്രം കേട്ടോ. എന്നാലും നമ്മുടെ അത്യാവശ്യത്തിന് നമുക്ക് അതും വിളവെടുക്കാം. ഇപ്പം പല ടൈപ്പുണ്ട് കേട്ടോ ഈ വെള്ളരി വർഗ്ഗങ്ങളൊക്കെ. ഇതിപ്പോൾ എൻ്റെ ചുവട്ടിൽ തന്നെ ഇങ്ങനെ പിടിച്ചു കിടക്കുക കേട്ടോ. അപ്പം നേരത്തെ ഞാൻ 1-2 എണ്ണം കറി വയ്ക്കാനായിട്ട് എടുത്തിരുന്നു. അപ്പം നമുക്ക് നല്ലത് നോക്കി 1-2 എണ്ണം കട്ട് ചെയ്യാം. ഉണ്ടോ? അപ്പോൾ ഇനിയും ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും കിടക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. കുഞ്ഞു ചെടിയാണ്, എന്നാലും ഇവിടെ എല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. അവിടെ എല്ലാം ഉണ്ട്. ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്, കുറേ പിടിച്ച് നിൽപ്പുണ്ട്. കണ്ട് കിടക്കുന്നുണ്ടോ? അതൊക്കെ നമുക്ക് ഒരാഴ്ചയോടെ കഴിഞ്ഞിട്ടെടുക്കാം. ഇനി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഇച്ചിരി ഒരു മഞ്ഞ കളർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ വിഷു വിളവെടുപ്പിന് നമ്മുടെ എൽനാമോളും വന്നിട്ടുണ്ട്. എൽനാമോൾ കണ്ട വെള്ളരിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളെ, എല്ലാവർക്കും ഹാപ്പി വിഷു പറ. ഹായ് പറഞ്ഞേ, ഹായ് പറ. ഇവിടെ അങ്ങോട്ടൊക്കെ ഹായ് പറഞ്ഞ്. അപ്പോൾ ഈ വെള്ളരിക്കുണ്ടല്ലോ, നമ്മളെ ശരിക്കും പറഞ്ഞാൽ 2 നേരം നന്നായിട്ട് വെള്ളം കൊടുത്തെങ്കിലേ അത് നമുക്ക് നന്നായിട്ട് വിളവൊക്കെ തരത്തുള്ളൂ. കാരണം പെട്ടെന്നങ്ങ് വാടി നിൽക്കും. അപ്പം ഇവിടെ ഞങ്ങൾ ഉള്ള വെള്ളമൊക്കെ നമ്മുടെ കിച്ചണിൽ വരുന്നതായ വേസ്റ്റ് വെള്ളം അതൊക്കെ ഇങ്ങനെ പുളിപ്പിച്ച് കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. ഇപ്പം പിന്നെ കനാലൊക്കെ തുറന്നിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. വെയിലാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിളവെടുപ്പിലോട്ട് പോകാം. ഹായ് പറ, ഹായ് പറ. റെഡി. എന്തോ ആലോചിക്കുന്നേ? ഹാപ്പി വിഷു, ഹാപ്പി വിഷു പറഞ്ഞല്ലേ, ഹാപ്പി വിഷു. എന്തേ പപ്പ? അമ്മ എന്തി? അമ്മ അമ്മ കുഞ്ഞിൻ്റെ അമ്മ എന്തി? അമ്മ എന്തി? അമ്മ പോയി. എന്തിയേ? പോയി, അമ്മ പോയി. ഇനി നമുക്ക് അടുത്തത് കുറച്ച് വഴുതനങ്ങ വിളവെടുക്കാം. ഇത് കുറേ കാലമായിട്ട് നമ്മളിൽ നിന്ന് വിളവെടുക്കുന്നതാണ്. അപ്പം എത്ര പറിച്ചാലും പിന്നെയും പിന്നെയും ഇതിനകത്തുനിന്ന് ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വഴുതനങ്ങ വിളവെടുത്ത് ഒരെണ്ണം നമ്മുടെ എല്ലാമ്മയുടെ കയ്യിലോട്ട് കൊടുക്കാം. എന്താ, എണ്ണയ്ക്കും ഭയങ്കര സന്തോഷമായി വിളവെടുക്കാനൊക്കെ കൂടിയപ്പോഴേ. ഇതിനകത്ത് ഇഷ്ടംപോലെ പിടിക്കാനായിട്ട് ഞാൻ ഓരോ സ്ലറികളൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ പുതയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടങ്ങ് പിടിച്ചോളും. പിന്നെ ഇതിനകത്തുള്ള പഴുത്ത കായൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പിടിക്കുന്നത് കൊണ്ട് കുറേയൊക്കെ നമ്മൾ വിത്തിനും നിർത്താറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ. ഇത് ഇഷ്ടംപോലെ പിടിക്കുന്നതും കുറേ കാലം നിൽക്കുന്നതുമായ ഒരു വഴുതനയാണ് നമ്മുടെ ഹരിത വഴുതന. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന അത്യാവശ്യം നമുക്ക് വിളവൊക്കെ എടുക്കാം. എന്താ, അപ്പം പറിക്കുന്ന നമുക്ക് മുറത്തിനകത്ത് കൊണ്ടുവന്ന് ഇടാം. എല്ലാത്തിനും ഇഷ്ടം പോലെ അങ്ങ് നിൽക്കുകയാണേ. അപ്പം അത്യാവശ്യം നമുക്കെല്ലാം വിളവെടുക്കാം. അപ്പം ഇഷ്ടം പോലെ വഴുതന നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിച്ചു. എല്ലാ കുട്ടിയുടെ ഒരു സന്തോഷം കണ്ടോ, വഴുതനയൊക്കെ വിളവെടുത്ത് കൈ കിട്ടിയപ്പോഴത്തേക്ക്. അപ്പം എല്ലാം കൈ പിടിച്ചോണ്ട് നിൽക്കുക. മുറത്തിനകത്ത് ഇടാൻ അവർക്ക് ഭയങ്കര വിഷമം. ഇനി നമുക്ക് അടുത്തത് കുറച്ച് കോവയ്ക്കുണ്ട്. കോവയ്ക്ക നമുക്ക് വിളവെടുക്കണം. എപ്പം വന്ന് നോക്കിയാലും കോവയ്ക്കും ഇഷ്ടം പോലെ കിട്ടാറുണ്ട് കേട്ടോ. പനത്താണ്ട കുറേ നിൽപ്പുണ്ട്. ഇനി അത് നമുക്ക് വിളവെടുക്കാം. അപ്പം നമ്മുടെ എല്ലാ മോളെയും കൊണ്ട് വിളവെടുക്കാം. എന്താ, കൊച്ചും എല്ലാം അറിഞ്ഞിരിക്കട്ടെ. എല്ലായ്ക്ക് കണ്ട കോവയ്ക്ക വിളവെടുക്കാനായിട്ട് എന്താ ഉത്സാഹമൊന്നും ഉണ്ട്. കിട്ടിപ്പോയല്ലോ. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇനി നമുക്ക് ബാക്കിയുള്ള കോവയ്ക്കയും കൂടെ വിളവെടുക്കാം. കുറച്ചധികം നിപ്പുണ്ട് കേട്ടോ. അവിടെ ഇവിടെയായിട്ട് കുറേ നിപ്പുണ്ട്. കിട്ടുന്ന നമുക്ക് മുറത്തിനകത്ത് ഇടാം. അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് ഇത്രയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാലേ. ഇപ്പം നമുക്ക് കുറച്ച് ചീരയും കൂടെ വിളവെടുക്കാം. അപ്പോൾ ഇഷ്ടം പോലെ ചീരയാണ് നിൽക്കുന്നത്. നമ്മുടെ ചീര പാടത്താണ് നിൽക്കുന്നതെന്ന് പറയാം. അപ്പം ഇത് ഗ്രീൻ ചീരയാണ്. സത്യം പറയാൻ അത് നമ്മൾ നട്ടതല്ല. അപ്പം ഇഞ്ചിയുടെ പണയാണത്. ഇഞ്ചിയുടെ പണയ്ക്കകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നട്ടതിൻ്റെ വിത്തുകൾ കിടന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മളൊരു പണ കോരി നമ്മൾ ചീര നട്ട മാതിരി ഇഷ്ടംപോലെ കിളിച്ച് വന്നിരിക്കുക. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതാണ് പച്ചച്ചീര എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. നിങ്ങൾക്കും ഏത് ചീര ഇഷ്ടമെന്ന് പറയണം. ഇവിടെ ഞാൻ മയിൽപ്പീലി ചീര നട്ടിട്ടുണ്ട്. പിന്നെ അതും നട്ടേക്കുന്നതല്ല, വിത്തുകൾ അവിടെ ഇവിടെയൊക്കെ വീണിട്ട് കിളിച്ച് വന്നത് നമ്മുടെ പണയിൽ കൊണ്ടുവന്ന് നട്ടിരിക്കുന്നതാണ്. മയിൽപ്പീലി ചീരയും റെഡ് ചീരയും. ഈ ചീര അവർ സ്വന്തമായിട്ട് നമുക്ക് വിഷു കൈനീട്ടമായിട്ട് ഇങ്ങനെ കിളിച്ച് വന്നിരിക്കുന്നതാണ്. എല്ലാത്തിൽ നിന്നും കൂടെ നമുക്ക് കുറച്ച് ചീര വിളവെടുക്കാം. മോക്ക് വേണോ ചീര? വേണോ? അവക്കും വേണമെന്ന് ചീര. മോക്ക് വേണോ? എങ്കിൽ അമ്മച്ചി കട്ട് ചെയ്യട്ടെ. നമുക്ക് ചീര കട്ട് ചെയ്യാം. അപ്പം ഈ പണയം മുഴുക്കെ നമ്മുടെ മയിൽപ്പീലി ചീരയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് റെഡ് ചീര തന്നെ ചെമ്പട്ടുണ്ട്. അതിനകത്ത് അരുൺ ചീരയുണ്ട്, വ്ളാത്താങ്കരയുണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ള ചീരകളാണ് കേട്ടോ. അവിടെ എൻ്റെ അടി പറയാൻ സമ്മതിച്ചാത്ത. അപ്പം നമുക്ക് കുറച്ച് നിന്നെടുക്കാം. അപ്പം കുറേശ്ശെ നമുക്ക് ചീര വിളവെടുക്കാം. അപ്പം അതിൻ്റെ ഒരു പകുതിക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റുമേ. പിന്നെ ശിഖരങ്ങൾ പൊട്ടി
കുറേ ബ്രാഞ്ചസ് അങ്ങ് വന്നോളും. ഉണ്ടോ ഒരു ചീരയുടെയൊക്കെ വലിപ്പം കണ്ടോ. ഇതിന് കൊടുത്തേക്കുന്നത് കോഴിവളമാണേ. കോഴിവളം ചീരയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ റെഡ് ചീര എത്രയും മതി. ഇനി നമുക്ക് അടുത്ത മയിൽപ്പീലി ചീരയും കൂടെ കട്ട് ചെയ്യാം. എല്ലാമോ കാണേ ഇത്. അയ്യോ, നമുക്ക് ഇനി വേണോ ചീര? നമുക്ക് അടുത്ത ചീര കട്ട് ചെയ്യാം. മയിൽപ്പീലി ചീര തരാം നമുക്കേ. നമുക്ക് മയിൽപ്പീലി ചീരയാണ് വിളവെടുക്കാൻ പോകുന്നത്. അപ്പം അതും ഒരു 2-3 മൂട് എടുക്കാം. കണ്ടോ? അപ്പം അതായി. ഇനി നമുക്ക് പച്ചച്ചീരയും കൊടുക്കാം. ഇത് കണ്ടോ, നമ്മൾ കട്ട് ചെയ്തിട്ട് നിർത്തിയിരുന്നുണ്ടല്ലോ, പിന്നെ എന്താണ്ട് ഇഷ്ടംപോലെ ശിഖരങ്ങൾ പൊട്ടുന്നുണ്ടോ. അതുകൊണ്ട് ഒരു പകുതി ഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാം. കണ്ടോ എന്ത് രസമാണ്, നോക്കിക്കോ എത്ര ശിഖരങ്ങളാണ്. ഈ മയിൽപ്പീലി ചീര തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് നല്ല ബ്രൗൺ കളറും ഗ്രീൻ കളറുമായിട്ടുള്ളത്, പിന്നെ ഈ ബ്രൗൺ കളറ് കുറവുള്ളതും ഉണ്ട് കേട്ടോ. അതാണ്ട് നോക്കിക്കേ, 2 ടൈപ്പുണ്ട്. ഇത് വിളവെടുക്കുന്ന സമയം കഴിഞ്ഞു സത്യം പറഞ്ഞാൽ. ഇതുണ്ട് നമ്മുടെ കണ്ണാടി, എല്ലാവരും വിചാരിക്കും കണ്ണാടി ചെടിയാണ്. അതേപോലെയാണ് നിൽക്കുന്നത് കണ്ടാലേ, ഒരു ടൈപ്പ് കണ്ണാടി ചെടി. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റുള്ള ചീരയെ പോലെ തന്നെ മയിൽപ്പീലി ചീരയ്ക്കും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി മയിൽപ്പീലി ചീര അപ്പച്ചൻ്റെ കൈ കൊടുക്കാം. അപ്പച്ചൻ പിടിച്ചോളും. അപ്പച്ചന് വേഗം മാറ്റി പിടിക്കും. മമ്മിക്ക് ഹായ് പറ. മമ്മിക്ക് ഹായ് പറ. മമ്മിക്ക് ഹായ് പറ. മമ്മിക്ക് ഹായ് പറ. ചുറ്റു കണ്ണടിച്ച് കാണിച്ചേ. എങ്ങനെ കണ്ണടിക്കുന്നേ? മുടി ഇന്ത്യ മോടെ, മുടി ഇന്ത്യ മോളെ. ഓ, ഇപ്പോൾ ഭയങ്കര തിരക്കില്ല കൊച്ചു വിഷുവായിട്ട്. വിളവെടുക്കുന്ന സമയത്താണ് മുടി കാണിക്കാൻ പോകുന്നത്. അപ്പം ഇനി നമുക്ക് പച്ചച്ചീര വിളവെടുക്കാം. ഇത് കണ്ടോ, പച്ചച്ചീരയുടെ വലിപ്പം കണ്ടോ. ഇത്രയൊന്നും അല്ല, ഇതിലും അങ്ങ് വലിപ്പമായിട്ട്. ഇത് കുഞ്ഞുങ്ങളാണ്. ഈ വെള്ളവും വളമൊക്കെ കിടക്കുന്നതുകൊണ്ടാണ്, ഇഞ്ചിയുടെ വളവും എല്ലാം വലിച്ചെടുത്താണ് ഇവർ ഇത്രയും അങ്ങ് ആയിരിക്കുന്നത്. ഇതെന്തുവാടേ അമ്മച്ചി ചീര കട്ട് ചെയ്തിട്ട് ഇതെന്തുവാ ഇത്? അണ്ട അമ്മച്ചി ചീര അണ്ട, ചീര അതിൻ്റെ തണ്ടും കൂടെ എടുക്കട്ടെ. അപ്പം ഇതിനിടയ്ക്കൊക്കെ നിൽപ്പുണ്ട്. ഇത് വേറെ ടൈപ്പ് ചീരയാണ് കേട്ടോ. ഇത് കുപ്പച്ചീര എന്ന് പറയുന്നത്. എവിടെ കിടന്നാലും അങ്ങ് കളിച്ച് വരും ഇഷ്ടം പോലെ. ഇത് ഈ പച്ച കളറിന് നല്ല പച്ചയായിരിക്കും. അപ്പം കുറേ ടൈപ്പ് ചീര വിത്തുകൾ ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനിയും നടാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. നടാത്തവർക്കൊക്കെ ഇനിയും നടാം. ഇതെല്ലാ ചീരയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പച്ചച്ചീരയും വിളവെടുത്തു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയാണ് വിളവെടുക്കാനുള്ളത്. തക്കാളി ഇത് സിക്കിം തക്കാളിയാണ് കേട്ടോ. സിക്കിം ചെറുതക്കാളി കുറേ അങ്ങ് പിടിച്ചോളും. ഇപ്പോൾ അതിനകത്തൂടെ പഴുത്തൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ എല്ലാമൊക്കെ ഒരെണ്ണം പഴുത്തത് കൊടുക്കാം. അവിടെ കുറേ നേരം കൈ പിടിച്ചുകൊണ്ടൊക്കെ നിന്നോളും. ഓ റെഡി. അവർക്ക് തക്കാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇത് മോളേത് ഇത് തക്കാളി. കൈ പിടിച്ചോ. ഇനി അമ്മച്ചി ബാക്കി പറിക്കട്ടെ. അവൾക്ക് പറിക്കാനാന്നോ? തക്കാളി എന്ന് പറയാം. തക്കാളി. അമ്മച്ചി അടുത്ത പറിക്കട്ടെ. അപ്പം ബാക്കിയൊക്കെ കുറച്ചുകൂടെ നിൽപ്പുണ്ട്. പഴുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചാലും അതങ്ങ് പെട്ടെന്ന് പഴുത്തോളൂ അവിടെ ഇരുന്ന്. അപ്പം അധികം വലിപ്പമില്ല, എങ്കിലും അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ എപ്പം വേണമെങ്കിലും നമുക്ക് തക്കാളി നട്ടുപിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ കൊടും വേനൽക്കാലത്ത് നമുക്ക് ഇത്രയും തക്കാളിയൊക്കെ പിടിച്ച് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടെങ്കിലേ പറ്റൂ. അതിനാവശ്യമായ വളവും വെള്ളവും ഒക്കെ കൊടുക്കണം കേട്ടോ.
അപ്പം ഒരു തക്കാളിയുടെയൊക്കെ ഷേപ്പ് കണ്ടോ, നോക്കിക്കേ. ഇവിടെ എല്ലാം ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്, അങ്ങോട്ട് നോക്കും തോറും കാണാം. വെയിറ്റ് കൊണ്ടങ്ങ് ചാഞ്ഞ് കിടക്കുക ഇത്. ഇടയ്ക്കെല്ലാം നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ചെറുതക്കാളിയും ഉണ്ട്, അതും കൂടെ നോക്കാം നമുക്ക്. ഇത് ചെറുതക്കാളി. ഇതൊക്കെ നമുക്ക് പറമ്പിലോട്ടൊക്കെ വരുമ്പോൾ പറിച്ച് അങ്ങ് വായിലോട്ടങ്ങ് ഇടാം. പ്രത്യേകിച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. ഇവിടെ എല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ട്, കണ്ടോ, കൊലയായിട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ചോളും. ഇതെല്ലാം പിടിച്ച് വരുന്നുണ്ട്, കുറേ പിടിച്ച് വരുന്നുണ്ട്. മിണ്ടാടി, അമ്മച്ചിക്ക് അയ്യോ അതെല്ലാം കൂടെ വേണോ അന്നേരം? ഇനി അത് മതിയോ? ഇത് വേണ്ടേ? അതെടുത്തോ. എല്ലാം കൂടെ കൈ കൊള്ളത്തില്ല, അത് മതി. അതിലും കൂടെ ഇടണ്ട. ഇപ്പം കുറച്ച് വഴുതനങ്ങ ഇവിടെ നിൽപ്പുണ്ട്, അതുകൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഇത് വയലറ്റ് ലോങ് ആണ്, ഇത് വൈറ്റ് ആണ്, ഇത് വൈറ്റ് ഓവൽ. ഇതൊക്കെ ഇച്ചിരി മുറ്റിപ്പോയെന്ന് തോന്നുന്നു. അപ്പം കണ്ടോ, ഇപ്പോൾ ഒരു ചെറിയ വിളവെടുപ്പാന്ന് പറഞ്ഞാലും നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടി. അപ്പം നമ്മുടെ തന്നെ പഴമാണ്, ഞാലിപ്പൂവൻ പഴം. അപ്പം നല്ല അടിപൊളി കപ്പയ്ക്ക വെഴുത്തത്, പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതുകൊണ്ട് നല്ല വിഭവസമൃദ്ധമായ കറികളൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് നമ്മുടെ 3 ടൈപ്പിലുള്ളതായ ചീരയും വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെയിലി വിളവെടുക്കാനായിട്ട് സാധിക്കും. വിഷുവോ ഓണോ അങ്ങനെയൊന്നും അല്ല, ഡെയിലി നമ്മൾ ഇതേപോലെ വിളവെടുത്ത് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ മാസവും ചെയ്യേണ്ട കൃഷി രീതികളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. വിത്തുകൾ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളൊക്കെ വാങ്ങിക്കാം. പിന്നെ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.